ഇന്ന് നമുക്കൊരു അടിപൊളി ടൊമാറ്റോ ഫ്രൈ ആയാലോ. വേഗം പാൻ അടുപ്പത്ത് വെക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ബട്ടർ ആയാലും ബട്ടർ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി മാത്രം ഇടുക. ഒരുപാട് കൂടി പോകരുത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചെറുതായി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവാള വട്ടത്തിലരിയണം. കുറച്ച് കനത്തിൽ വേണം അത് അരിയാനായിട്ട്, ഒരുപാട് തിന്നായി പോകരുത്. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. സവാള വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഒരിത്തിരി വെള്ളം കൂടെ തളിച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇത് ബ്രൗൺ ഒന്നും ആവണ്ട, വാടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ കശ്മീരി മുളകോ ഏത് മുളകാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 3 മീഡിയം സൈസ് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതും വട്ടത്തിൽ കനത്തിൽ വേണം അരിയാനായിട്ട്. അത് വെന്തുടഞ്ഞു പോകരുത്. അതിന് പാകത്തിൽ വേണം അരിയാനായിട്ട്. ഇനി 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാവും. ഒരുപാട് ഇളക്കി അത് ഉടച്ച് കളയരുത്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ടൊമാറ്റോ ഒന്ന് വഴലാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ വഴറ്റാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അത് വാടി കിട്ടും പെട്ടെന്ന്. കണ്ടോ, നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടും. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാവുന്നതാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചേക്കാം. അടച്ചു വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അത് നന്നായിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഓക്കേ.